സ്വാഗതം. ഞാനിന്ന് സന്ധ്യയാറായി, സന്ധ്യയല്ല 5:51 ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ തത്തമ്മയുടെ കൂടിൻ്റെ അവിടെയും പിന്നെ ഇവിടെ നിറച്ചും പൂത്താങ്കിളി, ഞങ്ങൾ പൂത്താങ്കിളി എന്നാണ് പറയണേ. ഇവിടെ കോട്ടയത്ത് കരിയിലക്കിളി എന്നാണ് പറയണേ കേട്ടോ. ഞങ്ങൾ എറണാകുളത്തൊക്കെ പൂത്താങ്കിളി എന്നാണ് പറയണേ. പിന്നെ ഇതവിടെ കാണാൻ പറ്റുമോ അറിയില്ല, ഞാൻ നോക്കാം, കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. കാണാൻ പറ്റണില്ല. അവിടെയൊക്കെ നിറച്ചും കിളികളുണ്ട്. കാക്കത്തമ്പുരാട്ടി, പൂത്താങ്കിളി, അങ്ങനെ കുറേ കിളികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട്. പിന്നെ വിശേഷങ്ങൾ കുറേ. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇപ്പോൾ ഭയങ്കര കുറവായിട്ടാണ് ഞാൻ ഇടണേ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ പോലെ ഉഷാറായി ഞാൻ വീണ്ടും വന്നിരിക്കും, നല്ല ഉഷാറോടെ വന്നിരിക്കും. അത് എനിക്ക് ഇപ്പോൾ ഒരു ധൈര്യമുണ്ട്. ഇപ്പം ഞാൻ പണ്ടത്തെ പോലെ ഒന്നല്ല, വളരെ എല്ലാവരും അനിയന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ നല്ലൊരു സ്മാർട്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെയൊക്കെ ഇരിക്കുകയാണ്. പിന്നെന്താ പറയുക, പിന്നെ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായി. വേറൊന്നല്ല, ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞി ലൂക്കച്ച് ഞങ്ങളെ വിട്ട് പോയി ഇന്നലെ. അതിന് ഫിസ് വരുമായിരുന്നു, എപ്പോഴും വയ്യാത്തതാണ്. ഫിസ് ഇടക്കിട്ട് ഞാൻ പറയാറില്ല, എന്നെ പോലെ തന്നെയാണ് ഞങ്ങളുടെ ലൂക്കച്ചൻ. അതിന് ഒട്ടും വയ്യ, അതിനെപ്പോഴും ഇങ്ങനെ മരുന്ന്. അതിനെയും കൊണ്ട് പോകാത്ത ആശുപത്രി ഇല്ല, ഇഷ്ടംമാരെ ആശുപത്രിയിൽ പോയിട്ടുണ്ട് അതിനെയും കൊണ്ട്. അപ്പോൾ അതിന് വയ്യാതെയായി, രാത്രി എങ്ങാണ്ട് ഫിസ് വന്നതാണ്, അങ്ങനെ മരിച്ചുപോയി രാവിലെ ആയപ്പോൾ. അത് വിട്ടുപോയ പിന്നെ ഞങ്ങളുടെ ബ്ലാക്കി, 2 പൂച്ചയുണ്ടല്ലോ, ലൂക്കച്ചിനും ബ്ലാക്കി. അത് ബ്ലാക്കി ഭയങ്കര ഡൗണാണ്. ഇപ്പോൾ പെരക്കാത്ത തന്നെയാണ് ബ്ലാക്കിന് ഇട്ടേക്കണേ. ബ്ലാക്കി ഭയങ്കര ഡൗണാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗണായിപ്പോയി. വലിയ കളിയില്ല, ചിരിയില്ല, ഒന്നുമില്ല, ഉഷാർ കുറവാണ്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ബ്ലാക്കിക്ക്. അങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു ബ്ലാക്കിക്കുട്ടൻ. ഇപ്പോൾ ലൂക്കയുടെയും ലൂക്കസിൻ്റെയും ബ്ലാക്കിയുടെയും കൂട്ടിൽ പുതിയ 2 ഞങ്ങളുടെ കുട്ടന്മാരാണ് കിടക്കണേ. കണ്ടോ, കണ്ടോ, 2 ഒരാണും ഒരു പെണ്ണുമാണ്. പെണ്ണിൻ്റെ പേര് ലൂണ, ആണിൻ്റെ പേര് ടിപ്പു. കണ്ടോ, 2 എണ്ണം കുട്ടിക്കുറുമ്പാണ്, നല്ല കുറുമ്പന്മാരും കുറുമ്പിത്തിയാണ്. പിന്നെ എൻ്റെ കൃഷി, അതേ പയറൊക്കെ പൂവിട്ടിട്ടുണ്ട്, കണ്ടോ, പൂവിട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്, 2 വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വെച്ച കൃഷിയിൽ ആദ്യമായിട്ടുണ്ടായപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മുടെ ലക്കി സാർ അവിടെ ഉണ്ട് കേട്ടോ, ലക്കി സാറുണ്ട്. ലക്കി സാർ ഒച്ചെടുക്കുന്നുണ്ട്, ഞാനും കൂടി ഇവിടെ ഉണ്ട്, എന്നെയും കൂടി പറയാൻ പറഞ്ഞുകൊണ്ട് ലക്കി സാർ ഒച്ചെടുക്കുന്നുണ്ട്. പിന്നെന്താ വേണ്ട, വൻ കാടാണ് ഈ കാട്. ഇവിടെ കുറുക്കനുണ്ട്, കാട്ടുമുയിലുണ്ട്. കുറുക്കൻ്റെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറുക്കൻ, ഉടുമ്പ്, പിന്നെ കാട്ടുമുയിൽ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ നമ്മുടെ അതിഥികളായിട്ട് ഇങ്ങനെ വരാറുണ്ട്. പിന്നെ നമ്മുടെ ചാമ്പക്ക പൂവിട്ടിട്ടുണ്ട്, അല്ല ചാമ്പക്ക ഉണ്ടാവാൻ പോകുന്നുണ്ട്. ചാമ്പക്ക ഉണ്ടായിട്ട് വേണം ചാമ്പക്കച്ചാറൊക്കെ ഇടാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പക്കച്ചാറ്. ചാമ്പക്ക നല്ല ടേസ്റ്റാണ് തിന്നാൻ. ഉണ്ടാവുന്നൊക്കെ കിളികൾ കുത്തി തിന്നേന്ന് തോന്നുന്നു. നിറച്ചും പൂവിട്ടിട്ടുണ്ട്, ഉണ്ടാവുമ്പോൾ നല്ലോണം ഉണ്ടാവും. പിന്നെ ഇപ്പം മരുന്നിനൊക്കെ ചെക്കപ്പിന് പോയിട്ടിപ്പോൾ കുറച്ച് നാളായി.
ചെക്കപ്പിനൊക്കെ പോയിട്ട് കുറച്ച് നാളായി. ഞാനൊന്ന് എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, എങ്ങനെ എവിടം വരെ പോകും നോക്കട്ടെ എന്ന് വെച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് എന്ത് അസുഖം വന്നാലും നമ്മൾ അത് തരണം ചെയ്യണം, തോറ്റു കൊടുക്കരുതെന്നും പറഞ്ഞ് നമ്മൾ തന്നെ ഒരു മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ എവിടെയും തോക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വിശേഷങ്ങൾ പിന്നെ എന്തുട്ടാ പറയാ, കിളികൾ നിറച്ചും കിളികളുണ്ട് കേട്ടോ. കിളികളുടെ സൗണ്ടുകളും കിളികളുമായിട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ഇതൊരു ചെറിയ വീഡിയോ. പിന്നെ എല്ലാവരും പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പരിചയമുള്ളൊരു എൻ്റെ ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നാണ്, പത്തനംതിട്ടയിലുള്ളതാണ്. ഒരു ശാന്തകുമാരി എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്കിപ്പോൾ ഒട്ടും വയ്യ, വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. വെന്റിലേറ്ററിലാണ് അമ്മ. ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതാണ്. ഡയാലിസിസ് ഇന്നലെ കഴിഞ്ഞപ്പോൾ ആകെ പൾസൊക്കെ കുറഞ്ഞു പോയി, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എനിക്ക് ഭയങ്കര കാര്യമുള്ളതാണ്. അപ്പോൾ അവിടുത്തെ മോൻ കുമാരേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കണേ പുള്ളീനെ. പുള്ളി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ചെറിയ ചെക്കനാണ്. പക്ഷെ ഞങ്ങൾ കുമാരേട്ടാന്നും പറഞ്ഞ് കളിയാക്കി വിളിക്കുന്നതാണ്. അപ്പം ആ വീട്ടിലൊരു തൂണാണ്, വലിയൊരു ആളാണത് കുമാരേട്ടൻ എന്ന് പറഞ്ഞാൽ. അമ്മേനെ നോക്കുന്നത്, പെങ്ങന്മാരെ നോക്കുന്നതും, പിന്നെ അവിടെ കുമാരേട്ടനേതായിട്ട് ഒരാളും കൂടി ഉണ്ട്. അപ്പം അത് വയ്യാത്ത ഒരാളാണ്. അപ്പം അതിനെയും എല്ലാം കുടുംബത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, അമ്മയുടെ ചികിത്സയൊക്കെ പുള്ളീനെ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്, വെന്റിലേറ്ററിലാണ്. അപ്പം എല്ലാവരും ആ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം, എന്നെ അറിയുന്ന എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും പ്രത്യേകം അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അതെൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റാണ്. ഇനി പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. കമൻറ്റുകളൊക്കെ ഇടുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചെറിയ വീഡിയോ ആണ്, തെറ്റുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുന്നു തിരുത്താനുള്ളൊരു മനസ്സ് നിങ്ങൾ കാട്ടണം. ഇത്രയും പറയാനുള്ളൂ എനിക്ക്. ഓക്കെ, ബൈ.